തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. 9 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട്. 4 പേരുടെ സംസ്കാരം പൂർത്തിയായി. അപകടസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 4 പേരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി ലഭിച്ചതായി തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെൻ്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഇതിൽ നമുക്ക് ബോഡി പാർട്സ് ഇന്നലെ ഇന്നുമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്തിരിക്കുന്ന നമുക്ക് DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അവരും കൂടി വന്നു കഴിഞ്ഞാലാണ് ആ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കാണ് അന്വേഷണ ചുമതല. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം നൽകാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രനായിരിക്കും ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡികളെ ഡിസ്പോസൽ ചെയ്യാനും സാമ്പിളുകൾ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യാനും ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഒരു SOP അടിയന്തരമായി പുറത്തിറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും ക്യാബിനറ്റ് നിശ്ചയിച്ചു. വെടിക്കെട്ടിന്റെ രീതി മാറ്റാൻ ശുപാർശ നൽകുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂരുണ്ടാകരുതെന്ന് മാത്രമല്ല, കേരളത്തിൽ എങ്ങും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് എൻക്വയറി നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചട്ടലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുത്തില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഫോടനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് നൽകണം. ചികിത്സ സഹായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിന് സമയപരിമിതി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ചികിത്സയിൽ വലിയ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ വേദനയോടൊപ്പം അവരുടെ സാമ്പത്തിക ഭാരവും ഗവൺമെൻറ് ഏറ്റെടുക്കണം. ദുരന്ത പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആഘോഷമില്ലാതെ നടത്താനാണ് ആലോചന. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, തൃശ്ശൂരിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ചേരുകയാണ്. ലിഡിയ ജേക്കബ് ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. തനേഷ് തമ്പിയും സംഭവ സ്ഥലത്തുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുണ്ട്. ആദ്യം ലിഡിയ ജേക്കബിലേക്ക്. ലിഡിയ ജേക്കബ്, ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ദിലീപ് കുമാർ, ഇപ്പോൾ DNA പരിശോധനകൾ പൂർത്തിയാക്കി സാമ്പിളുകൾ ശേഖരിച്ച് ഇപ്പോൾ മോർച്ചറിയിൽ നിന്ന് ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഈ 32 ശരീരഭാഗങ്ങളിൽ നിന്നുള്ള DNA ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം കാണാതായിട്ടുള്ള ഒരു 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ബന്ധുക്കളുടെ കൂടി DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൃതദേഹം തിരിച്ചറിയാനായിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിയാനുള്ള മൃതദേഹത്തിന്റെ DNA സാമ്പിളുകൾ കൂടി ശേഖരിച്ച ശേഷം അവർ മടങ്ങിയിട്ടുണ്ട്. 4 ദിവസമാണ് മാക്സിമം സമയം എന്നാണ് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ പറഞ്ഞത്. 4 ദിവസത്തിനുള്ളിൽ ഈ DNA ഫലം പുറത്തു വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉടനടി വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ DNA പരിശോധന ഫലം പുറത്ത് വിടും. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമായും ഈ DNA മാച്ച് ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാകും ഇതാരുടെയൊക്കെയാണ് മൃതദേഹങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുക. എന്തായാലും DNA പരിശോധന സാമ്പിളുകൾ ശേഖരിച്ച് ഈ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 4 പേരെയാണ് കാണാതായിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ ബന്ധുക്കൾ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അത് കൺട്രോൾ റൂം വഴി റിപ്പോർട്ട് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ മോർച്ചറിയിൽ വന്ന് തിരിച്ചറിയൽ നടത്തിയ ആളുകളുണ്ട്. ഇവരുടെ കൂടി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ 10 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മുൻപ് 11 പേരായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതായത് ഇന്ന് ഉച്ചവരെ ഉള്ള കണക്ക് നോക്കുമ്പോൾ 11 പേരായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അല്പസമയം മുൻപാണ് പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള പ്രവീൺ മരിച്ചത്. അതായത് വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടിയായിരുന്നു പ്രവീണിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്നലെ മുതൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പ്രവീൺ ഉണ്ടായിരുന്നത്. ഏകദേശം 90% പൊള്ളലേറ്റ നിലയിലായിരുന്നു പ്രവീണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. പ്രവീൺ അല്പസമയം മുൻപ് മരിച്ചു. പ്രവീണിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാകുകയാണ്. അത് അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹമടക്കം വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കൂടി കടക്കും. പ്രവീണിന്റെ മരണം അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 4 പേരുടെ നില ഗുരുതരം തന്നെയാണ്. ഒരാൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. അത് ലൈസൻസി ആയിട്ടുള്ള സതീഷാണ് വെന്റിലേറ്ററിൽ തുടരുന്നത്. സതീഷിന്റെ നിലയും അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രവീണിൻ്റെതുപോലെ തന്നെ ഏകദേശം 90%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അടിയന്തര ചികിത്സ ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സതീഷിനും മറ്റ് ആളുകൾക്കും ആശുപത്രിയിലുള്ള മറ്റാളുകൾക്കും നൽകുകയാണ്. ഇന്നലെ ഏകദേശം 14 പേരെയായിരുന്നു ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ ഏകദേശം 3 പേർ രാവിലെ തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോയിരുന്നു. അത് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഡിസ്ചാർജ് വാങ്ങിപ്പോയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 11 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 56 ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഇവിടെ ഉള്ളത്. അതിന് പുറമെയാണ് മറ്റ് ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡോക്ടർമാരുടെ സംഘത്തെ എത്തിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും ഒപ്പം എറണാകുളത്ത് നിന്നടക്കം ഡോക്ടർമാരുടെ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ DNA പരിശോധനയ്ക്കായി എത്തിയ സംഘവും വിദഗ്ധ സംഘവും രാവിലെ 10 മണിക്കെത്തി സാമ്പിളുകൾ ശേഖരിച്ച് പോയിട്ടുണ്ട്. ഈ നിലവിൽ പ്രവീണിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ മറ്റ് മോർച്ചറിയിലെ മറ്റ് നടപടികളും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം 14ആയി ഉയർന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് 10 പേരാണ്. വിവരങ്ങൾ നൽകിയത് ലിഡിയ ജേക്കബാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.